നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 7 നാൾ മാത്രം. ജമാഅത്തെ ഇസ്ലാമി PDP പിന്തുണയിൽ തിളച്ചു മറിഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ കോൺഗ്രസിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് പരസ്യമായി രംഗത്തെത്തിയതോടെ വോട്ട് ചോർച്ച ആശങ്കയിലാണ് UDF. സമസ്തയിലെ ഭിന്നിപ്പും UDFിന്റെ കണക്കുകൂട്ടലിൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. സമസ്തയിലെ ഭിന്നിപ്പ് മുതലെടുക്കാൻ LDFും ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം താരപ്രചാരകർ കൂടി വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ പ്രചാരണം ഹൈ വോൾട്ടേജിലേക്കാകും. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിനെക്കുറിച്ച് അറിയില്ലെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇതിനിടെ പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒന്നിച്ചു നിൽക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റുകളെ എതിർക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഞാൻ വാസ്തവത്തിൽ വാർത്തകളൊന്നും കാണാനും കേൾക്കാനും ഒന്നും സമയമില്ല. ഇത് എന്തായാലും ഒരൊറ്റ കാര്യം ഇതിലുള്ളത്, എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിന്ന് ഈ കേരളത്തിലെ 9 വർഷത്തെ ഈ അവസ്ഥയെ, അതേപോലെ ദേശീയ തലത്തിലാണെങ്കിലും വർഗീയ ഫാസിസം മുന്നോട്ട് വെക്കുന്ന അജണ്ടകളെ എതിർക്കാൻ, അതിൻ്റെ ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്, 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, അത് 2025 പ്രിയങ്ക ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് ഈ ഒരവസ്ഥയിൽ ഇന്ന് ഏറ്റവും അഭികാമ്യമായ കാര്യം എല്ലാവരും ഇന്ന് ഇന്ത്യയിലെ ഭീഷണിയായ വർഗീയ ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. അപ്പം അതനുസരിച്ചുള്ള ഒരു പിന്തുണ എല്ലാവരുടെ ഭാഗത്തും ലഭിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം UDFിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിലാണ് CPM ഉള്ളത്. വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ UDF മുന്നണിക്കകത്ത് തന്നെ ഭിന്നതയുണ്ടെന്നും അത് വരും ദിവസങ്ങളിലും കൃത്യമായി പ്രതിഫലിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന് ഒരു വിമർശനം വന്നിട്ടുണ്ടല്ലോ ഇപ്പം UDFിനെതിരായിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഒന്നാണ് വർഗീയ മുന്നണി ഉണ്ടാക്കി UDF ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട്, ഇതേവരെ രഹസ്യമായിട്ടാണ്, ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ സ്വീകരിച്ച നിലപാടിനെതിരായിട്ട് അവരുടെ മുന്നണിക്കകത്തും പുറത്തും ഒക്കെ അതിശക്തിയായ രീതിയിലുള്ള നിലപാട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ നിലപാട് അതിശക്തിയായ രീതിയിലാണ്, വിമർശനാത്മകമായ രീതിയിലാണ് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ മുനമ്പം വിഷയത്തിലൊക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മയപ്പെടുന്നു ഇപ്പോൾ. അങ്ങനെ ഒരു ഞങ്ങൾ മുനമ്പ് പ്രശ്നത്തിൽ ഉൾപ്പെടെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് ആദ്യ ദിവസം പറഞ്ഞ ഒരാളാണ് ഞാൻ. ഒരാളെയും ഒഴിവാക്കുന്ന പ്രശ്നമില്ല. ഗവൺമെൻറ്റും അതിൽ ഉറച്ചു നിൽക്കുകയാണ്, CPIM ഉറച്ച നിലപാടിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഹാഗിയ സോഫിയ ലേഖനം എഴുതിച്ചത് ജമാഅത്തെ ഇസ്ലാമി എന്ന് KT ജലീൽ. ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വേദനയുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകില്ല എന്നും ജലീൽ പറഞ്ഞു. ഹാഗിയ സോഫിയ വിഷയത്തിൽ അവിടേക്ക് ക്രൈസ്തവർ ഇനി ആരാധനക്കായി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനത്തെ ശക്തമായി അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതുകയുണ്ടായി. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കൂടെ കൂട്ടുന്നത്? ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയോട് എതിർപ്പുണ്ട്, മുസ്ലിം വിഭാഗങ്ങൾക്ക് തന്നെ എതിർപ്പുണ്ടല്ലോ. സമീപനം LDFന് ദോഷം ചെയ്യുമോ? ഒരിക്കലും ദോഷം ചെയ്യില്ല. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഈ PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണ, പരസ്യ പിന്തുണ, അത് വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാക്കുമെന്നുള്ള ഭീഷണി ഇടത് വലത് ക്യാമ്പുകൾക്കുണ്ട്, പ്രത്യേകിച്ച് UDFന്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ സമസ്തയിലെ ഒരു വിഭാഗം രംഗത്തേക്ക് വന്നു ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട്. അവർ വോട്ട് ചെയ്യില്ല എന്നുള്ള ഭീഷണി പോലും മുഴക്കിയ സാഹചര്യമുണ്ടായി. അതിനു അപ്പുറമാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് കൂടി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഈ വിഷയത്തിന് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന ഭയം ഇപ്പോൾ UDFനുണ്ടോ? ഈ നെഗറ്റീവായ സാഹചര്യം അത് വേണ്ടുവോളം മുതലെടുക്കുന്നുമുണ്ടല്ലോ LDF.
അപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായി മുന്നോട്ട് പോകുന്നത്? ഇതിന് UDF ഏത് തരത്തിലാണ് മറുതന്ത്രം മെനയുന്നത്? വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് അല്പം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിക്ക് പരസ്യമായി പിന്തുണ അവർ അറിയിച്ച പിന്തുണ പരസ്യമായി UDF സ്വീകരിച്ചതോടെ വലിയ തോതിൽ തന്നെ സാമുദായിക സംഘടനകൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമസ്തയുടെ രണ്ട് വിഭാഗത്തിലുള്ളവർ, അതായത് PMK യും ഇതിനെതിരെ രംഗത്ത് വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും ഈ വെൽഫെയറുമായിട്ടുള്ള സഖ്യം ഒരു വെള്ളപൂശലാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് UDF-നെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ രണ്ട് ഫാക്ടേഴ്സും, അതായത് ക്രൈസ്തവ വോട്ട് ബാങ്കുകളും മുസ്ലിം വോട്ട് ബാങ്കുകളിലും ഈ ഒരു വെൽഫെയറുമായിട്ടുള്ള സഖ്യമുണ്ടാക്കിയ ഒരു ബ്രേക്കപ്പ് അത് എത്രമാത്രം UDF-ന് ദോഷം ചെയ്യുമെന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും UDF ക്യാമ്പ് വിട്ടു നോക്കുന്നത്. പക്ഷേ ഇതിനെ മറികടക്കാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട്, പ്രചാരണത്തിൽ അത് തെളിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിലവിലെ സാഹചര്യത്തിലുള്ള ഈ ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധവും ഒക്കെ ഈ പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ സാമുദായിക സംഘടനകളെ എതിർപ്പിനെ മറികടക്കാനുള്ള സഹായമാകുമെന്ന കണക്കുകൂട്ടലാണ് UDF-നുള്ളത്. ഇപ്പോൾ UDF പ്രത്യേകിച്ച് ഇനി സർക്കാരിനെതിരെ കൃത്യമായിട്ട് ആഞ്ഞടിക്കുന്ന നീക്കങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മണ്ഡലത്തിലെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺവെൻഷനിലെ പ്രസംഗമായിരുന്നു മുഖ്യമായിട്ടും UDF പ്രചരണത്തിന് ഇത്രയും ദിവസം ഒരു പ്രധാന വിഷയമായിട്ടെടുത്തിരുന്നത്, പെൻഷൻ വിഷയം. ഇന്നിപ്പോൾ അദ്ദേഹം 11 മണിക്ക് പെൻഷനേഴ്സ് മീറ്റിലാണ് പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ്റെ തുടർച്ചയായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ ഇന്ന് കൺവെൻഷനിൽ വരും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ അത് വലിയ തോതിൽ തന്നെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഇനിയുള്ള പരിമിതമായ ദിവസങ്ങളിൽ വലിയ തോതിൽ പ്രധാന വിഷയമാക്കുന്ന കാര്യങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ മലപ്പുറം പരാമർശം, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, അതും വരും ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ UDF കുറെ കൂടി ശക്തമായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ പഴയ കാര്യങ്ങളാണെന്നൊക്കെ ഇടതുപക്ഷം പറയുമ്പോൾ പോലും ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മലപ്പുറം വികാരം അത് കുറെ കൂടി വോട്ട് ബാങ്കിൽ സ്വാധീനം ചെലുത്താനുള്ള ശ്രമമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അപ്പോൾ ഈ സാമുദായികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ നൽകുന്ന ഈ ഒരു സമ്മർദ്ദത്തെ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചും ഭരണത്തിനെതിരായിട്ടുള്ള ഈ വിഷയങ്ങൾ ഉപയോഗിച്ചും നേരിടുക എന്ന ലക്ഷ്യമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് ഇനി നിലമ്പൂർ വിധി എഴുതാൻ കൃത്യം പറഞ്ഞാൽ ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസാന ലാപ്പ് പ്രചാരണത്തിലും ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ സജീവമായ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനിടെ താരപ്രചാരകർ കൂടി നാളെ ഈ പ്രചാരണത്തിന് ആവേശമേറ്റാൻ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. LDF ക്യാമ്പിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ എത്തുകയാണ്. മുഖ്യമന്ത്രി നാളെ മണ്ഡലത്തിൽ വരാനിരിക്കെ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാക്കാനാണ് UDF-ന്റെ നീക്കം. എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളിലും വിഷയം ഉന്നയിക്കും. അടുത്ത 3 ദിവസം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. VV അരുണാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, നാളെ മുഖ്യമന്ത്രി എത്തുമ്പോൾ വീണ്ടും മലപ്പുറം പരാമർശം അത് സജീവ ചർച്ചയാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് UDF പോകുമ്പോൾ അത് എത്രത്തോളം മുഖവിലക്കെടുക്കുന്നുണ്ട് LDF ഈ ഘട്ടത്തിൽ? ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഏതൊക്കെ തരത്തിലാണ് പ്രതിരോധിക്കുന്നത്? ഇത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകും അല്ലെങ്കിൽ ഒരു ക്ഷീണമാകുമെന്ന ഭയമുണ്ടോ ക്യാമ്പിന്? മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ വീണ്ടും UDF കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഒരു പരാമർശമാണ് അതിന് കാരണം. അങ്ങനെ വന്നാൽ വീണ്ടും നേരത്തെ ഇന്ന് രാവിലെ എം സ്വരാജൊക്കെ പറഞ്ഞതുപോലെ നേരത്തെ മലപ്പുറം വിഷയത്തിൽ എന്തായിരുന്നു UDF-ന്റെ സമീപനം, എന്തായിരുന്നു മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കോൺഗ്രസ് ചെയ്ത നിലപാട്, ആരാണ് ഈ മലപ്പുറം വിരുദ്ധ റാലി നടത്തിയതെന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പറയേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇടതുമുന്നണി നൽകുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ നാളെ ആരംഭിക്കുന്ന പ്രചരണ പരിപാടിയിലും ആ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ മറുപടി പറഞ്ഞു തന്നെ പോകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലെ അജണ്ട നിശ്ചയിക്കപ്പെടുന്നതും ആ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഈ പ്രചരണത്തോട് തന്നെയായിരിക്കും. നാളെ പ്രിയങ്ക ഗാന്ധിയും വരുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രചാരക സാന്നിധ്യത്തിന് UDF-ന്റെ കോൺഗ്രസിൻ്റെ മറുപടി. പ്രിയങ്ക ഗാന്ധി എന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ വനിതാ നേതാവാണ്, കോൺഗ്രസ് നേതാവാണ്. അവരുടെ ധാരമൂല്യം ഉപയോഗിച്ചുകൊണ്ട് മറികടക്കാനാണ് UDF-ന്റെ ശ്രമം. ഏതായാലും നാളെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. നാളെ വൈകിട്ട് 4 മണിക്ക് ചുങ്കത്തറയിലാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി. മുഖ്യമന്ത്രി 4 മണിക്ക്
ചുങ്കത്തറയിൽ പ്രസംഗിക്കും. പിന്നീട് 5 മണിക്ക് മുത്തയിടത്ത പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നു, അവിടെയും പ്രസംഗിക്കുന്നുണ്ട്. 14, 15 തീയതികളിലായി അദ്ദേഹം 5 പൊതുയോഗങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഇടതുകൊണ്ട് മറ്റ് നേതാക്കളും ഈ യോഗങ്ങളിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് അമരമ്പലത്താണ് മുഖ്യമന്ത്രിയുടെ ഈ മണ്ഡലത്തിലെ അവസാനത്തെ പൊതുപരിപാടി. ഇതിനിടെ സ്വാഭാവികമായും പ്രധാനപ്പെട്ട വ്യക്തികളുമായും ഒക്കെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പാർട്ടി ഓഫീസിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് അവലോകനത്തിലും പങ്കെടുക്കും. ഏതായാലും മുഖ്യമന്ത്രിയുടെ വരവ് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇടതുമുന്നണി കാണുന്നു. വികസനം എന്ന അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ, വിവാദങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. പ്രിയങ്ക ഗാന്ധിയിലൂടെയും കെ സി വേണുഗോപാലിലൂടെയും ഒക്കെ മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും മറുപടി പറയാം. സർക്കാരിനെതിരായ വിഷയങ്ങൾ, ഭരണത്തിനെതിരായ വികാരമൊക്കെ അതിലൂടെ ആളിക്കത്തിക്കാമെന്ന് UDF-ഉം പ്രതീക്ഷിക്കുന്നു. PV അൻവർ സജീവമായിരിക്കുന്നത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. കാരണം PV അൻവറിന് വേണ്ടി വലിയ വ്യാപകമായ വാഹന പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. നാളെ ഞായറാഴ്ച യൂസഫ് പഠാൻ MP ഇവിടേക്ക് വരുന്നുണ്ട്. അതോടുകൂടി PV അൻവറിൻ്റെ പ്രചരണവും മറ്റു തലത്തിലേക്ക് നീങ്ങും. PV അൻവറും വലിയ പ്രതീക്ഷ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുലർത്തുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ നിലപാടുകൾ വന്നോടുകൂടി, ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണമൊക്കെ വന്നോടുകൂടി ആ UDF-ന് വോട്ട് ചെയ്യാൻ മടിക്കുന്നവരുടെ വോട്ട് കൂടി PV അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിൽ BJP സ്ഥാനാർത്ഥിയും പ്രചരണരംഗത്ത് സജീവമാണ്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ ആർക്ക് ഗുണമായി മാറുമെന്ന കാര്യമൊക്കെ തീർത്തും അപ്രവചനീയം മാറാൻ സാധ്യതയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളുടെ കൂടി പ്രചരണം കൂടി വിലയിരുത്തുമ്പോൾ. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിഷയം ഇവിടെ ചർച്ചാ വിഷയമായി വരുന്നത് ഈ അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവൃത്തി സമയത്തിൽ വരുത്തിയ മാറ്റമാണ്. അതിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്തും ചൂടേറിയ ചർച്ചയായി മാറുന്നു എന്നതാണ് സാഹചര്യം. അധിക സമയ ക്രമീകരണത്തിൽ സമസ്ത എതിർപ്പ് അറിയിച്ചതോടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത്. ആരുടെയും മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്രണപ്പെടുത്തണമെന്ന് സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ന്യൂസ് 18നോട് പ്രതികരിച്ചു. വിമർശനങ്ങൾ പരിശോധിക്കും, കോടതിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ കോടതിയിൽ പോയതിനാലാണ് സമയമാറ്റം വേണ്ടി വന്നതെന്നും V ശിവൻകുട്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ പഠനത്തിലുള്ള സമയം കളയാൻ വേണ്ടി പറ്റില്ല, അത് കൊടുത്താലേ പറ്റുള്ളൂ. അതിന് കൊടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആരുടെയെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ മോശപ്പെടുത്തണമെന്നോ അസൗകര്യം ഉണ്ടാക്കണമെന്നോ യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഹിന്ദു കുട്ടിയായിരുന്നാലും മുസ്ലിം കുട്ടിയായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടിയായിരുന്നാലും ഒരു മതവും ഇല്ലാത്ത വിദ്യാർത്ഥിയായിരുന്നാലും വിദ്യാഭ്യാസ രംഗത്ത് അവന് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്താലേ മതിയാവും. എങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇത് കേസ് കൊടുത്തൊരു പരിഹാരം കാണേണ്ടതാണ്. ഇക്കാര്യത്തിൽ പിന്നെ വന്നിട്ടുള്ള വിമർശനം ഇതുവരെ ആരും രേഖാമൂലം ഒരു പേപ്പറും തന്നിട്ടില്ല. എങ്കിലും വന്നിട്ടുള്ള വിമർശനം സംബന്ധിച്ചും പരിശോധിച്ചാലും അത് കോടതിയുടെ തീരുമാനപ്രകാരം മാത്രമേ അന്തിമമായി നമുക്ക് തീരുമാനത്തിൽ എത്തുന്നതിന് വേണ്ടി കഴിയൂ. ഇതാണ് എൻ്റെ വസ്തുത. സ്കൂൾ സമയമാറ്റത്തിൽ എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചാകും തീരുമാനമെന്ന് KT ജലീലും ന്യൂസ് 18നോട് പറഞ്ഞു. മുഖ്യമന്ത്രി എല്ലാവർക്കും പറയാനുള്ളത് കേൾക്കും. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്നും ജലീൽ ചോദിച്ചു. അല്ല, മുഖ്യമന്ത്രി ആ കാര്യം എല്ലാ വിഭാഗം ആളുകളുമായും സംസാരിക്കും. അത് രമ്യമായിട്ട് തന്നെ പരിഹരിക്കും. സമസ്തയുടെ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ അതും കൂടി പരിഗണിച്ച് കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കണം എന്ന് രണ്ടുപേരോടുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ കാര്യം മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെയും ഇക്കാര്യത്തിൽ അഭിപ്രായം എന്താണ് എന്ന് അറിയണം. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയോട് മാത്രമല്ലല്ലോ, പ്രതിപക്ഷ നേതാവിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടു കൂട്ടരും അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് രമ്യമായിട്ടുള്ളൊരു പരിഹാരം അതിന് ആർക്കും വേദനയോ വിഷമമോ ഇല്ലാത്ത രൂപത്തിൽ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. VV അരുൺ ഒരിക്കൽ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. അരുൺ, എന്തായാലും ഈ സ്കൂൾ സമയമാറ്റത്തിൽ ഒരു കടുംപിടുത്തവുമില്ല, അത്തരത്തിൽ ഒരു ശാഠ്യവുമില്ലെന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സർക്കാർ. ഈ ഘട്ടത്തിൽ ഇത് കൂടുതൽ ചർച്ചാ വിഷയമായി മാറേണ്ട സാഹചര്യമില്ലല്ലോ. ഇവിടെ ഒരു തടസ്സമെന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നത് മാത്രമാണല്ലോ. അപ്പോൾ പിന്നെ അത് വലിയ രീതിയിൽ ഒരു വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്കോ ഒന്നും കടക്കുകയോ വലിയ രീതിയിൽ അവിടെ ഇനി ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ?
പറയാൻ കഴിയില്ല. കാരണം നിലമ്പൂരാണ്, മലപ്പുറമാണ്, ഉപതെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ ആവശ്യം, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വാഭാവികമായും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത് സ്കൂൾ പഠന സമയമാറ്റത്തിന് സർക്കാർ നിർബന്ധമാകുകയായിരുന്നു. പ്രതിപക്ഷ അധ്യാപക സംഘടന, മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യാപക സംഘടന കൂടി ആവശ്യപ്രകാരമാണ് കോടതി അത്തരം നിലപാടെടുത്തത്. കോടതി പറഞ്ഞിട്ടും സർക്കാർ അത് നടപ്പാക്കാൻ ആദ്യം മടിച്ചു. പക്ഷേ മറ്റു വഴികളില്ലാതെ കോടതിയലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ അത് തീരുമാനത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത് തിരുത്തണമെങ്കിലും കോടതിയുടെ അനുമതി വേണം, കോടതിയുടെ തീരുമാനം വേണം. അതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി പറയുന്നുണ്ട്. ആരുടെ മതവികാരവും വിശ്വാസവും വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ സർക്കാർ തയ്യാറാകില്ല. മുത്തുക്കോയ തങ്ങളുടെ നിലപാട് മുഖ്യമന്ത്രിയുമായി കൂടി സംസാരിച്ച ശേഷം അതിന് തീരുമാനം ഉണ്ടാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം വെക്കാതെ വളരെ നിർണായകമാണ്. കെ ടി ജലീലൊക്കെ പറഞ്ഞു വെക്കുന്നത്, മന്ത്രി ആരോപിച്ചതും പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആവശ്യം പ്രകാരമാണ് കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് പോയത്. അതുകൊണ്ട് അവരും നിലപാട് വ്യക്തമാക്കട്ടെ. ആ നിലപാട് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം നമ്മൾ ഈ വിഷയത്തിൽ തേടുന്നുണ്ട്, ഈ വിഷയത്തിലും തേടുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരുപക്ഷെ നിലപാട് വ്യക്തമാക്കിയിരിക്കും. എങ്ങനെയാണ് ഈ മദ്രസ പഠനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പുതിയ പഠന സമയമാറ്റത്തെ കോൺഗ്രസ് കാണുന്നതെന്നതിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം വളരെ നിർണായകവുമാണ്. അതിനുശേഷം ആ വിഷയം ചർച്ചയാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ അത് ഉയർത്തണോ എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് തീരുമാനമെടുക്കും. തീർച്ചയായും VV അരുണാണ് വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും PDP ജമാഅത്തെ ഇസ്ലാമി പിന്തുണ വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ അതിനിടയ്ക്കാണ് ഈ സമയമാറ്റം, സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അവിടെ ചർച്ചയായി വരുന്നത് എന്നുള്ളതാണ്. മതരാഷ്ട്രവാദം ഉയർത്തുന്നത് അപകടകരമായ കാര്യമെന്ന് KK ശൈലജ. വോട്ട് കിട്ടാൻ ആരെയും പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യം CPM-നില്ല. വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദം പരസ്യമായി ഉന്നയിച്ച അന്നു മുതൽ ആ ബന്ധം അവസാനിപ്പിച്ചെന്നും KK ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. മതരാഷ്ട്രവാദം അത് ലോകത്ത് എവിടെയായാലും അപകടമാണ്. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഇനി ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും മതരാഷ്ട്രവാദം ഉയർത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്യധികം അപകടകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഞങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരെങ്കിലും പ്രീണിപ്പിക്കുക എന്നുള്ളതല്ല സമീപനം. ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PDPയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്ന ആശയം ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് വിഷയം. കാരണം സമൂഹത്തിന് വലിയ അപകടം ചെയ്യുന്ന ആശയം ആര് പ്രചരിപ്പിക്കുന്നുവോ അവരെ കൂടെ നിർത്താൻ സാധിക്കില്ല. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ, അതുതന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് പരസ്യമായി പറഞ്ഞിങ്ങനെ വാദിക്കുന്ന ആളുകളല്ല, അങ്ങനെ വാദിക്കുന്നവരെ അല്ല. ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവരുടേതായിട്ടുള്ള ആരാധനയും സമ്പ്രദായങ്ങളും ഒക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ജനങ്ങളുടെ പ്രശ്നങ്ങളും വികസനവുമാണ് LDF ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും വിവാദങ്ങൾ ഒരിക്കലും LDF-നെ ബാധിക്കില്ലെന്നും M സ്വരാജ് പറഞ്ഞു. വിവാദങ്ങൾ സൃഷ്ടിച്ചവരാണ് വിവാദങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠപ്പെടേണ്ടത്. തുടക്കം മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ്. വികസന കാര്യങ്ങളും വികസന സാധ്യതകളും അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായ ഒരു സംവാദം അർത്ഥപൂർണമാവുക അങ്ങനെയാണ് വികസിക്കേണ്ടത്. എന്നാൽ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നല്ലതുപോലെ പല ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വിഷയങ്ങളിൽ ഊന്നി LDF UDF പോരും അതോടൊപ്പം പ്രചാരണവും മുറുകുമ്പോഴും നമുക്ക് PV അൻവർ ക്യാമ്പിലേക്കൊന്ന് പോകാം. ഇത്തവണ നടത്തുന്നത് ഒറ്റയാൾ പോരാട്ടമല്ല, ജനങ്ങൾ ഒപ്പമുള്ള പോരാട്ടമാണെന്ന് PV അൻവർ. മലയോര കർഷകരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആദ്യം ഉന്നയിച്ചത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. തനിക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടുമെന്നും വെൽഫെയർ, സമസ്ത, കത്തോലിക്ക കോൺഗ്രസ് വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു. പിണറായി വിജയൻ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകില്ലെന്നും PV അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ മുൻപുണ്ടായിരുന്ന പ്രചരണങ്ങളെക്കാളൊക്കെ തികച്ചും വ്യത്യസ്തമാണല്ലോ ഇത്തവണത്തെ പ്രചരണം. എനിക്കൊരു ഒറ്റയാൾ പോരാട്ടമാണല്ലോ, എങ്ങനെയാണ് കാണുന്നത്? ഒറ്റയാൾ പോരാട്ടം കുറേ നടത്തിയതാണല്ലേ. 2011 ഒറ്റയാൾ പോരാട്ടം നടത്തിയത്, 14 ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് പാർലമെന്റിലേക്ക്.
ഇപ്രാവശ്യം ഒറ്റയാളല്ല, ഇപ്രാവശ്യം ജനങ്ങളുടെ കൂടെ ഉണ്ട്. ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു ജനകീയ പോരാട്ടമായി ഇത് മാറുകയാണ്. അതിന്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ തന്നെ വെൽഫെയർ പാർട്ടി UDF പിന്തുണ പ്രഖ്യാപിച്ചതോടെ സമസ്തയുടെ രണ്ട് വിഭാഗങ്ങളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേപോലെ കത്തോലിക്ക കോൺഗ്രസും ഈ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അംഗീകരിക്കാനാകില്ല. ഇവിടെ ജനവിരുദ്ധമായ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്ന ആ ജനങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. UDF വിരോധമുള്ളവരും LDF വിരോധമുള്ളവരും വോട്ട് ചെയ്യുന്ന ഉറപ്പിക്കും. ആ വിരോധം മാത്രമല്ലല്ലോ, ഈ വിഷയം പിണറായി വിജയൻ ആരാ അവിടെ ഉയർത്തിയത്? ആരാണ് ഈ പോലീസിലെ ഈ പറയുന്ന ഈ വിഷയങ്ങൾ ഉയർത്തിയത്? മലയോര വിഷയങ്ങൾ ആരാ അവിടെ? ആര്യാടൻ ഷൗക്കത്തിന്റെ എന്താ സ്ഥിതി? ജന്മത്തിൽ ഈ പിണറായി വിജയൻ കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴും ഇന്ന് വരെ ഒരു വാക്ക് പറയാത്തവനാണ്. 75,000 കുറയാത്ത വോട്ട് ഓരോ ദിവസവും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു 35,000 വോട്ടിലേക്ക് ഒതുങ്ങും ഇടതുപക്ഷം. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യാൻ പോകണം 3 ദിവസം ഇവിടെ വന്നിട്ട്. അദ്ദേഹത്തിനെ ക്യാമ്പ് ചെയ്യാമല്ലോ. അദ്ദേഹം എവിടെയും ഈ പറയുന്ന തൃക്കാക്കരയൊക്കെ ക്യാമ്പ് ചെയ്തിരുന്നല്ലോ, പാലക്കാടും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞു. പിണറായി എന്ന് പറയുന്ന നമ്മൾ കേരള ജനങ്ങൾ സ്നേഹിച്ചിരുന്ന ആ നേതാവ് 2021 എന്താ പറയുക അസ്തമിച്ചു. എന്ന് മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രതാപം ഇടിഞ്ഞു തുടങ്ങിയതാണ്. അതിപ്പോൾ ഇന്ന് എവിടെ എത്തിയെന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊക്കെ അദ്ദേഹത്തിനത് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. വിജയപ്രതീക്ഷയുടെ തന്നെ താങ്ക് യു. വിജയപ്രതീക്ഷയുടെ തന്നെ പ്രചരണം തുടരുകയാണ് PV അൻവർ. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. യെസ്, ഇത്തരത്തിൽ പ്രചാരണ ആവേശം നിലമ്പൂരിൽ ഇങ്ങനെ കൊടുമുടി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ ഐബിസിലൂടെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം സ്വരാജാണ്. M. മുകുന്ദനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ, നോവൽ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച്. തുറന്നെഴുത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തം സ്വരാജ് എന്നാണ്. ഞാൻ ഇനി കൂടുതൽ പേര് പറയുന്നത് 2 പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി, സിനിമ, നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്നും നിലമ്പൂരിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ. അവരെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാരുടെ പൊതു നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വി ഡി സതീശൻ തന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം ഇവരെല്ലാം എന്തോ പ്രതിഫലം പറ്റിയിട്ടാണ്
അതിപ്പോൾ വൈശാഖ മാസം ഉൾപ്പെടെ ശക്തിയായിട്ട് അതിനെ എതിർത്ത് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഇന്നലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട് കലാകാരന്മാരോട് എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സമീപനമാണ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത്. അത് ഞാൻ പറഞ്ഞതുപോലെയാണ്, പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ്, അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ്. സ്വരാജിന് വേണ്ടി വാദിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്ന ചിലർ ഉണ്ടായിട്ടുണ്ട്. അത് മനോരമയുടെ ഇന്ന് ഒരു വാർത്ത പരസ്പരം ഒരുപോലെയാവണമല്ലോ, അതിനുവേണ്ടി കൊടുത്തതാണ്. ആ കൊടുത്ത പേര് മഹാനായ ഒരു എഴുത്തുകാരന്റെ പേര് കൂടിയാണ്. ഞാനതിന്റെ വിശദീകരണത്തിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി. ഇവിടെയുള്ളവർ ഇവിടെ നിന്നും മറ്റുള്ളവർ അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിനു വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വരഹിതമായ സാമൂഹിക ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ ആക്രമണങ്ങളാണിപ്പോൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ വന്നിട്ടുള്ളത്. അവർക്ക് മാത്രമെതിരായിട്ടല്ല, എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ഈ കേരളം, ഉത്ബുദ്ധ കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് സംബന്ധിച്ച്. പക്ഷേ ഇതിലിപ്പോൾ നിലമ്പൂർ ആയിഷ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞതേ, അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നത് മാത്രമല്ല, വെടിയുണ്ടകളെ നേരിട്ടിട്ടുണ്ട്, എന്നിട്ട് തോറ്റിട്ടില്ല. അവര് നാടകാഭിനയത്തിന് പോയപ്പോൾ തന്നെ അതിശക്തിയായിട്ടുള്ള സാമൂഹിക എതിർപ്പായിരുന്നു അന്നും. ഇന്നത്തെ പോലെയല്ല. അന്ന് അതുപോലെ കല്ല്, അതുപോലെ മറ്റു മാരകായുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. ആ ആക്രമത്തെയൊക്കെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും ഇന്നത്തെ പരിസ്ഥിതിയിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമണം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണ് അതിന്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്തമത്തായ കരുത്തുള്ള പ്രതികരണം. സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സർക്കാർ. പരിശോധിക്കാൻ പറഞ്ഞല്ലോ. പക്ഷെ പിന്നെ കത്തോലിക്ക കോൺഗ്രസ് സമയതാണെന്ന് ഞാൻ പോയിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ഓഫീസിൽ ആരൊക്കെ. പക്ഷെ അവരൊന്നുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കി നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ഞാനതാ പറയുന്നത്. ഞങ്ങൾ LDF എടുക്കുക മാത്രമല്ല, LDFുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടൊരു ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചിത്രമെടുത്തോണ്ട് എന്റെ മുമ്പിൽ ആരെല്ലാം വന്ന് നിങ്ങളെല്ലാം വന്ന് ചിത്രം എടുക്കുന്നില്ലേ? നിങ്ങളെല്ലാം ക്രിമിനൽ കേസ് പെട്ട ഉടനെ എന്റെ പേരും വെച്ചിട്ട് ഞാനിതാ ഞാൻ ഫോട്ടോ എന്ന് പറയുന്ന കാര്യമുണ്ടോ? അതൊക്കെ വെറുതെ പറയാണെന്നും ഞാനതിലേ പറയുന്നത്. അവർ പറയുന്ന നോക്കിയില്ല, നമ്മൾ നിലപാട് സ്വീകരിക്കുക. ഞങ്ങൾക്ക് നിലപാട് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ ഒരു TV-കാരൻ പറഞ്ഞല്ലോ, 18 തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? RSകാരുടെയും നയം മാറ്റിയാൽ വരുന്ന ആ പറഞ്ഞ ഇപ്പോൾ ശരിയാ. നയവും നിലപാടും മാറ്റിയാൽ ഞങ്ങളോട് സഹകരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭൂമുഖത്തില്ല. എന്ത് വേണം? നയവും നിലപാടും മാറ്റണം. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടിലേക്ക്, നയത്തിലേക്ക് എത്തിയാൽ ഞങ്ങളെന്തിനാണ് ആരെയെങ്കിലും ഒഴിവാക്കേണ്ട കാര്യം? ആര് ആ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നാലും എടുക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതിന് കൃത്യമായ വ്യാഖ്യാനമാണ് സ്വീകരിക്കുന്നത്. കാരണം അത് വായിച്ചാൽ ശരിയാതെ തോന്നുന്നു. RSI കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു സാധ്യതയില്ല. എപ്പോഴും ഇന്ന്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലപാടും നയവും മാറ്റിയാൽ ആർക്കാവുന്നുകൂടാതത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടണ്ട. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ന്യൂസ് 18 നൽകിയ ഒരു വാർത്ത എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയത്. നയം മാറ്റി ആര് വന്നാലും കൂടെ കൂട്ടുമെന്ന് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്ന് ന്യൂസ് 18 വാർത്ത നൽകി. അതിലെ 1% ആശമാരാണ്. കൃത്യമായിട്ട് ഞാൻ പറയും, 1% ആശമാരാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കോൺഗ്രസിന്റെ സമരമാണ്. അത്രയും ഞങ്ങളെ കൂടെ കാണുന്നുള്ളൂ. അവരുയർത്തിയിട്ടുള്ള മുദ്രാവാക്യം ശരിയാണ്. അതിന് ആരും എതിർത്തിട്ടില്ല. ഞങ്ങൾ അന്നും എതിർത്തില്ല, ഇന്നും എതിർത്തില്ല. പക്ഷെ കേന്ദ്രത്തിനെതിരായിട്ടാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ BJP-ക്കെതിരായിട്ടാണ് പറയേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഏറ്റവും കൂടുതൽ ആശമാർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് സമരം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് യാതൊന്നും തന്നെ പറയാനില്ല.
അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി പ്രതികരിക്കുകയായിരുന്നു. ഇത്തവണ ആശമാരുടെ ചോദ്യം, അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനു കൂടി മറുപടി പറയാൻ തിരികെ എത്തിയതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ന്യൂസ് 18 ഇന്നലെ നൽകിയ ആര് ഇത്തരത്തിൽ നിലപാട് മാറ്റി നയം മാറ്റി വന്നാലും സ്വീകരിക്കും എന്ന തരത്തിൽ ന്യൂസ് 18 നൽകിയ വാർത്ത അത് അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്തരത്തിൽ തന്നെ എടുത്തോളൂ, തൻ്റെ പ്രസ്താവന അത്തരത്തിൽ തന്നെ വായിച്ചെടുത്തോളൂ എന്ന് വീണ്ടും പറഞ്ഞു വെക്കുകയായിരുന്നു MV ഗോവിന്ദൻ. എന്തായാലും പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുമോ, പരസ്യ നിലപാട് ജനങ്ങളോട് പറയണമെന്ന അഭ്യർത്ഥനയും ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അത്തരത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ചയാകുന്ന വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. അപർണ കുറുപ്പ് അല്പസമയത്തിനകം നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരും. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഇതിനോടകം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കുകയാണ്, പ്രചാരണ ആയുധമാക്കുകയാണ് LDF നിലമ്പൂരിൽ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിലപാട് അത് വ്യക്തമാക്കുമോ, പരസ്യ നിലപാട് ജനങ്ങളോട് പറയണമെന്ന അഭ്യർത്ഥനയുണ്ട് എന്നുള്ളതാണ് MV ഗോവിന്ദൻ പ്രാമുഖ്യമായും ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, സ്വരാജിന് എഴുത്തുകാരുടെ പിന്തുണ ലഭിക്കുന്നതിൽ അത് പ്രതിഫലം പറ്റിയിട്ടാണെന്ന പ്രതിപക്ഷ നിലപാട് അത് മനുഷ്യത്വരഹിതമായ നിലപാടാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊന്ന്, നിലമ്പൂർ ആയിഷയ്ക്കെതിരെ ഇപ്പോൾ UDF സൈബർ ആക്രമണം നടത്തുന്നു. അത് വളരെ മോശമായ, അതീവ മോശമായ കാര്യമാണ്. ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന കലാകാർക്കെതിരെ, എഴുത്തുകാർക്കെതിരെയൊക്കെ അധിക്ഷേപം നടത്തുന്നത് വളരെ മോശകരമായ കാര്യമാണ് എന്നുകൂടി MV ഗോവിന്ദൻ പറയുകയുണ്ടായി. മറ്റൊന്ന്, ഹിന്ദു മഹാസഭയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് അത്തരത്തിലൊരു ബന്ധവും LDFന് ഹിന്ദു മഹാസഭയുമായി ഇല്ല. അത്തരത്തിലൊരു രാഷ്ട്രീയ ചങ്ങാത്തത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചർച്ച നടന്നിട്ടോ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ RSS നയം മാറ്റി വന്നാലും ഒപ്പം കൂട്ടും എന്ന തരത്തിൽ അദ്ദേഹം ഇന്നലെ സംസാരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് 18 വാർത്ത നൽകുകയും ചെയ്തു. ആ വാർത്തയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി, അത് ശരിയാണ് എന്ന തരത്തിൽ ഒരു പ്രതികരണം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വരും നിമിഷങ്ങളിൽ അപർണ കുറിപ്പിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റ് വാർത്തകൾ കൂടി നോക്കാം. കൊച്ചി കപ്പൽ അപകടത്തിൽ MSC കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ്. 48 മണിക്കൂറിനുള്ളിൽ ഇന്ധനം നീക്കാൻ നടപടി തുടങ്ങണമെന്നും അല്ലെങ്കിൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. വിഷയത്തിൽ കേസ് എടുക്കുന്നതിന് പിന്നാലെ പരാതിക്കാരന്റെ മൊഴി പോലീസ് ഇന്നലെ രേഖപ്പെടുത്തി. നഷ്ടപരിഹാരം തേടി കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, നമുക്കറിയാം ഗത്യന്തരമില്ലാതെ ഒടുവിൽ സർക്കാർ ഈ വിഷയത്തിൽ കേസെടുക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് കൂടി ഈ വിഷയം എത്തുകയാണ്. അപ്പോൾ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഏത് തരത്തിലുള്ള നടപടി ആവശ്യപ്പെടും എന്നുള്ളതും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെയുള്ള നിയമ നടപടികൾ അതെങ്ങനെ പുരോഗമിക്കുന്നു ഡാനി? ഇതിൽ കൂടുതൽ നടപടികൾ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇന്നലെ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷം കപ്പൽ ജീവനക്കാർ അവർ ഇപ്പോഴും കൊച്ചിയിൽ തുടരുന്നുണ്ട്, ക്യാപ്റ്റൻ അടക്കമുള്ളവർ കൊച്ചിയിൽ തുടരുന്നുണ്ട്. ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ചില റിപ്പോർട്ടുകൾ കൂടി ആവശ്യമാണ്. കാരണം ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ വേണ്ടത്ര ഷിപ്പിംഗ് മന്ത്രാലയം അടക്കമുള്ള കാര്യങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇവരെ മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴുള്ള ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് ദുർബലമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നതാണ്. കാരണം ഒട്ടും തന്നെയും ഒരു അലക്ഷ്യമായ ഡ്രൈവിംഗ് എന്നെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ വാഹനം ഓടിക്കുമ്പോൾ ആ രീതിയിലുള്ള സമാന സ്വഭാവമുള്ള ആ രീതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഇത് പ്രായോഗികമാണ്, ഇവർക്കെതിരെ ഉള്ള നിയമ നടപടികൾ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഈ തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട കപ്പൽ കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അന്ത്യശാസനം നൽകിയിട്ടുണ്ട്.
ഈ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിലടക്കം ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ആവശ്യപ്പെട്ടിട്ടും വളരെയധികം കാലതാമസം ഇക്കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് MSC കമ്മ്യൂണിക്കേഷൻ ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട്. സമുദ്ര ആവാസ വ്യവസ്ഥയെയും അടക്കം ഇത് പ്രതിസന്ധിയിലാക്കി. പ്രത്യേകിച്ച് കേരള തീരത്തെ ഇത് മത്സ്യബന്ധന തൊഴിലാളികളടക്കം ഗുരുതരമായ വിഷയങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനടി നടപടി ഉണ്ടാകണം. ഇതിൽ അല്ല എങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷിപ്പിംഗ് മന്ത്രാലയം അയച്ച കത്തിൽ പറയുന്നുണ്ട്. അത്തരം ഒരു നടപടി ഇവർക്കെതിരെ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം ഇത്രത്തോളം ദിവസം ഏതാണ്ട് 18 ദിവസത്തിലധികം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു നടപടികളിലേക്ക് അടക്കം പോന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രധാനമായും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നു, പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റു സർക്കാർ ഇന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ കോടതിയിൽ ബോധിപ്പിക്കും. ഈ കോടതി കേസ് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് തിരക്കിട്ട് കേസ് എടുപ്പിച്ചത് എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് തന്നെ കോടതിയിൽ നിന്ന് സമർപ്പിക്കുകയും ചെയ്യും. ആര്യ. ശരി ഡാനി തുടരുക. മറ്റൊരു വിഷയം എന്തെന്നാൽ കേരള തീരത്ത് പുറംകടലിൽ തീ പിടിച്ച കപ്പൽ 1HI-503 അത് ഉൾക്കടലിലേക്ക് നീക്കി എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടെ കപ്പലിനെ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. കോസ്റ്റ് ഗാർഡും പോർബന്തറിലെ മറൈൻ എമർജൻസി സെന്ററും ചേർന്നാണ് കപ്പൽ കേരള തീരത്ത് നിന്ന് പരമാവധി അകലത്തിലേക്ക് നീക്കിയത്. ഡാനി, ഇതിപ്പോൾ കേരള തീരത്തിന് ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ടിയുള്ള പരമാവധി പരിശ്രമം നടക്കുകയാണല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിൽ പറഞ്ഞതുപോലെ അങ്ങനെയൊരു കപ്പൽ ദുരന്തം, നേരത്തെ ലൈബീരിയൻ കപ്പലിന്റെ ഒരു ദുരന്തം അതിനെ നേരിടുന്നതിനിടയിൽ തന്നെയാണ് മറ്റൊന്ന് അതിനേക്കാൾ ഗുരുതരമായ രീതിയിലേക്ക് കത്തി അമരുന്ന രീതിയിലേക്ക് കേരള തീരത്ത് തന്നെ ഉണ്ടാകുന്നത്. അതിൽ ഈ കണ്ടെയ്നറുകൾ അതീവ ഗുരുതരമായ രാസവസ്തുക്കൾ അടക്കമുണ്ട്. അപ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ കേരള തീരത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിയപ്പോൾ കപ്പലിനെ പുറംകടലിലേക്ക് കെട്ടിവലിക്കുക എന്നൊരു ദൗത്യത്തിലേക്ക്, തികച്ചും സാഹസികമായ ഒരു ദൗത്യത്തിലേക്ക് ഇന്ത്യൻ തീരരക്ഷാസേനയും നേവിയും ഏർപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ തീപിടുത്തം പൂർണ്ണമായിട്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്രമങ്ങളുടെ ഫലമായിട്ട്. അപ്പോൾ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. ഇന്നലെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിൽ നിന്ന് പ്രത്യേക ദൗത്യ സംഘം കപ്പലിൽ ഇറങ്ങുകയും മുൻഭാഗത്തെ കൊളുത്തിൽ വലിയ വടം കെട്ടിക്കൊണ്ട് വലിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. വാട്ടർ ലില്ലി എന്ന ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചാണ് കപ്പലിനെ പുറംകടലിലേക്ക് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നിലവിൽ 5ഓളം കപ്പലുകൾ, ഇതിൽ രക്ഷാസേനയുടെ കപ്പലുകളും 2 ഹെലികോപ്റ്ററുകളും ഈ ദൗത്യത്തിൽ പുറംകടലിലുണ്ട്. എന്തായാലും അത്തരം ശ്രമങ്ങൾ തുടരുകയാണ്. കാരണം ഈ കേരള തീരത്ത് നിന്ന് കുറെയെങ്കിലും പുറംകടലിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദൗത്യം തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇതിന്റെ ആദ്യ ശ്രമങ്ങൾ നടന്നത്. ഇന്ന് രാവിലെയോടെ അത് ഒരു പൂർണ്ണ തോതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ദൗത്യം തുടരുന്നത്. വൈകാതെ അത് പൂർത്തീകരിക്കാൻ കഴിയും. കേരള തീരത്തിന്റെ ആഘാതം കുറക്കാൻ ഇതുകൊണ്ട് കഴിയും. പ്രഥമ പരിഗണന അതിന് തന്നെയാണ് നൽകുന്നത്. കപ്പലിൽ നിന്ന് കാണാതായ, വെള്ളത്തിൽ ചാടിയ 4 ജീവനക്കാരെ കുറിച്ചും ഇതുവരെയും വിവരമൊന്നും ലഭിച്ചിട്ടുമില്ല. ആര്യ. ശരി, ഡാനി പോളാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തീപിടിച്ച കപ്പൽ അത് കോഴിക്കോട് ബേപ്പൂർ അഴീക്കൽ തീരത്തിന് അകലെ പുറംകടലിലാണ് ഇത്തരത്തിലൊരു കപ്പൽ അപകടമുണ്ടായത്. പക്ഷേ ആ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ ഉള്ളത് വിനാശകരമായ വസ്തുക്കളാണ് എന്നുള്ളത് നമുക്കറിയാം. അത് കടലിലേക്ക് പതിച്ച് കേരള തീരത്തേക്ക് അടിയാനുള്ളൊരു സാധ്യത കൂടി മുന്നിൽ കണ്ടിരുന്നു. അത് വളരെ വലിയ പരിസ്ഥിതി ആഘാതം ഉറപ്പായും ഉണ്ടാക്കും. കൊച്ചിയിലുണ്ടായ കപ്പൽ അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുമ്പാണ് മറ്റൊരു കപ്പൽ അപകടം കൂടി കേരള തീരത്തിന് സമീപത്ത് ഉണ്ടായത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ ആശങ്ക ഇപ്പോൾ ഒഴിയുന്നു. കപ്പലിനെയും കണ്ടെയ്നറുകളെയും പുറം കടലിലേക്ക് നീക്കിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മറ്റ് വാർത്തകളിലേക്ക്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ QR കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് ആരോപണ വിധേയരായ ജീവനക്കാർ പണം മാറ്റിയതിന് തെളിവുകൾ പുറത്തുവിട്ട് News 18. അതേസമയം കേസിന്റെ തുടരന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അതിനിടെ ഒളിവിൽ പോയ 3 വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങിയതായാണ് സൂചന.
കവടിയാറിലെ OBYOC എന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 11 മാസത്തിനിടെ 1000 മുതൽ 60,000 രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി, ദിവ്യ ഫ്രാങ്ക്ലിൻ, വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ QR കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത്. തട്ടിപ്പ് പുറത്തായതിന് പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 66 ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ആരോപണ വിധേയരായ വനിതാ ജീവനക്കാർ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസ സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. വീണ്ടും വാർത്തകളിലേക്ക്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന പ്രസ്താവന തെറ്റാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ജനങ്ങളോട് ഖേദപ്രകടനം നടത്തണമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രശ്നത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് UDF പിന്മാറണം. കാട്ടുപന്നിയെ കാറ്റഗറി 1-ൽ ഉൾപ്പെടുത്തുന്ന കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും. കർണാടക അടക്കം അയൽ സംസ്ഥാനങ്ങളുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലപ്പെട്ടവർ കേരളത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ വിവരം അറിയിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർക്കാർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നതും BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെയും മറ്റു ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെയും പ്രചരണം അപവാദ പ്രചരണമാണെന്നും ഗവൺമെന്റിനെതിരെ ജനങ്ങളെ അണിനിരത്താനുള്ള രാഷ്ട്രീയ ആയുധമായുമാണ് ഈ പ്രശ്നത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിശദീകരണത്തോടുകൂടി തകർന്നു തരിപ്പണമായിട്ടുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തിക്കാനും കഴിഞ്ഞ ദിവസം പോലും കേരളത്തിൽ ശ്രമങ്ങളുണ്ടായി. ആ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഇപ്പോൾ പറഞ്ഞതിലുള്ള ഖേദപ്രകടനമെങ്കിലും ഒരു നാട്ടുകാരോട് നടത്തേണ്ടതുണ്ട്. ഈ വിഷയം സംബന്ധിച്ചും പ്രതിപക്ഷമോ കേരളത്തിലെ MPമാരോ എന്തെങ്കിലും പ്രതികരണം നടത്തിയതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ മൗനവും അർത്ഥവത്താണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന വിനീതമായ അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഗവൺമെന്റ് അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും പരിമിതമായ അധികാരം ഉപയോഗിച്ചും വന്യജീവി അക്രമത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനുള്ള നിരന്തരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ച് സർക്കാരിനോടൊപ്പം സഹകരിക്കണം എന്നപേക്ഷിക്കുകയാണ്. ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് NSS. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും NSS നിവേദനം നൽകി. ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതാണ് ജാതി സെൻസസ് എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് NSSന്റെ ആവശ്യം? ജാതി സെൻസസുമായി മുന്നോട്ട് പോകരുത് എന്ന് ഏതാണ്ട് ഒരാഴ്ച മുൻപ് NSS വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി എന്നിവർക്ക് കത്തയച്ചുകൊണ്ട് നിവേദനം നൽകിക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നാവശ്യപ്പെടുന്നത്. ഇത് ജാതീയമായി ജനങ്ങളെ വേർതിരിക്കുന്നതാണ്. ഈ ജാതി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനയുടെ സംരക്ഷണം ഉള്ളതാണ്. ആ ജാതി, മതം, വംശം, ജനനസ്ഥലം എന്നീ വിവേചനങ്ങൾക്ക് അതീതമായ തുല്യത ഭരണഘടന ഉറപ്പു നൽകുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സെൻസസ് നടത്തുന്നത് ഭരണഘടനയുടെ ലംഘനമാണ് എന്നുകൂടിയാണ് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്വകാര്യതയുടെ ലംഘനമാണ്. ഇത്തരം വിവരങ്ങളെക്കുറിച്ച് പറയുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്നും സുകുമാരൻ നായർ ഈ ഒരു നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും NSS കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിന് പിന്നാലെ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ പല നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ മുന്നോടിയായി കോൺഗ്രസ് ആണ് രാജ്യത്തെ ഈ ഒരു ആവശ്യം, ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം അതിശക്തമായി ഉന്നയിച്ചിരുന്നത്. വിവിധ മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും സമാനമായ നിലപാട് എടുത്തിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഈ അടുത്താണ് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ് ഇങ്ങനൊരു ജാതി സെൻസസുമായി രംഗത്തിറങ്ങിയത് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജാതി സെൻസസ് അതിലേക്ക് ഇറങ്ങുന്നതിനെ കോൺഗ്രസ് NSS എതിർക്കുമ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെയും CPMന്റെയും BJPയുടെയും ഇക്കാര്യത്തിൽ നിലപാട്, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം പുറത്തു വന്നതിന് പിന്നാലെ പല നേതാക്കളുമായി പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരാരും പ്രതികരിക്കാൻ തയ്യാറായില്ല. ഫലത്തിൽ നേരത്തെ കോൺഗ്രസ് ആണ് ഏറ്റവും ശക്തമായി ഉന്നയിച്ചതെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്ത് എന്നതും ഇനി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിക്കുകയാണ്. പക്ഷേ മുന്നണികൾ ആരും തന്നെ ഇതിൽ കയറി പിടിക്കാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ NSSന്റെ നിലപാട് അതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് NSS രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകിയിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. പക്ഷേ ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെട്ടിലാകാനുള്ള സാധ്യത ഉള്ളതിനാൽ, അത് വോട്ട് ബാങ്കിനെ ചോർത്താനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെ മാത്രമേ പ്രതികരിക്കാൻ സാധ്യതയുമുള്ളൂ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായി തീവ്ര മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്.
അതിനിടെ തിരുവനന്തപുരം ശംഖുമുഖത്ത് കടൽഭിത്തി നിർമ്മാണത്തിലെ അനാസ്ഥ ആരോപിച്ച് തീരവാസികൾ പ്രതിഷേധം തുടരുകയാണ്. വീടുകൾ കടലെടുക്കുന്നതിൽ പ്രതിഷേധിച്ച മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ റോഡ് ഉപരോധിച്ചിരുന്നു. 85 മീറ്റർ നീളത്തിൽ 2 കോടി രൂപ ചെലവിൽ കടൽഭിത്തി നിർമ്മിക്കാനുള്ള ടെൻഡറിന് അനുമതി നൽകിയിട്ടും നടപടി വൈകുന്നതിലായിരുന്നു പ്രതിഷേധം. ഒടുവിൽ കടൽഭിത്തി നിർമ്മാണം ഊർജിതമാക്കാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് നടപടി തുടങ്ങിയിരുന്നു. കോട്ടയത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ ഇല്ലിക്കൽ കല്ല് അപകടാവസ്ഥയിലാണോ? സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുത ഉണ്ടോ? വാർത്ത പ്രചരിച്ചതോടെ ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇതാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച. ഭൂമിയുടെ നെറുകയിൽ തലപ്പാവണിഞ്ഞു നിൽക്കുന്ന കൂനങ്കല്ലും കുടക്കല്ലും, അതിനടിയിലെ നരകപ്പാലം. മധ്യകേരളത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് മാത്രമല്ല, അത് കാണാൻ തൊട്ടടുത്ത് മലയുടെ രൂപത്തിൽ ഒരു ഗ്യാലറി കൂടി പ്രകൃതി ഒരുക്കിയെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടയ്ക്കിടെ വന്നു പോകുന്ന കുഞ്ഞുമഴയും കോടമഞ്ഞുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പുതിയ അനുഭൂതി തന്നെ നൽകുന്നു. നമ്മള് 3 ജില്ല കടന്നിട്ടാണ് ഇവിടെ ഇല്ലിക്കൽ കല്ല് വന്നിട്ടുള്ളത്. പൊളി ചില്ല് വൈബാണ്, സൂപ്പറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഇല്ലിക്കൽ കല്ല്. വാഗമണ്ണ് പോയിട്ട് വരികയാണ്. ഇവിടെ നല്ല വൈബാണ്, നല്ല ഉഷാറാണ്. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പലവിധ ആശങ്കകളാണ് പ്രചരിച്ചിരുന്നത്. ഇത് വിശ്വസിച്ച പലരുമുണ്ട്. അത് നമുക്ക് പറയുന്നുണ്ട് കല്ലിന് ചെറിയൊരു വിളർച്ച ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഭൂമിക്ക് എന്തെങ്കിലും കുലുക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കല്ല് ഉറപ്പായിട്ടും താഴോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കല്ലുകൾ തമ്മിലുള്ള അകലം കൂടി എന്നതാണ് പ്രധാന പ്രചരണം. ഇതുമൂലം ഏത് സമയം വേണമെങ്കിലും അപകടമുണ്ടാകാമെന്നും പ്രചരണം നടന്നു. ഇതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് ജിയോളജി വകുപ്പിനെ കൊണ്ട് സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയത് ഇതാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായ അതിനാവശ്യമായ പഠനം ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമായ പഠനങ്ങൾ നടത്തി അവിടേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവും. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രചരിച്ച കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താം. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. അപ്പോൾ അങ്ങനെയാണ്, ഈ പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. വളരെ ധൈര്യത്തോടുകൂടി ഇല്ലിക്കൽ കല്ലിലേക്ക് എല്ലാ സഞ്ചാരികൾക്കും പോകാം എന്നതാണ്. പ്രകൃതി മനോഹര കാഴ്ചകളാൽ സമ്പന്നമാണ് കോതമംഗലത്തെ വടാട്ടുപാറക്കുത്ത്. മഴക്കാലം കൂടി ആയതോടെ ഇവിടുത്തെ സൗന്ദര്യം ഇരട്ടിയായി. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തിയിലാണ് വടാട്ടുപാറക്കുത്ത്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം. തണുത്ത മലമടക്കുകളിലൂടെ സദാ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം. കാഴ്ചക്കാർക്ക് എന്നും വിസ്മയമാണ് ഈ പ്രദേശം. കോതമംഗലത്ത് നിന്ന് 20 അടിയോളം കിലോമീറ്റർ ദൂരെയാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം. മഴക്കാലമായതോടെ നിറഞ്ഞൊഴുകുകയാണ്. അതിമനോഹരമായ സ്ഥലമാണിതെന്നും അപകടരഹിതമായി കുടുംബത്തോടൊപ്പം ഇവിടെ എത്തി ആസ്വദിച്ച് മടങ്ങാമെന്നും സഞ്ചാരികൾ. ഞങ്ങൾ വടാട്ടുപാറക്കുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസും റീൽസും കണ്ടപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ആണ്. അതിലും കൂടുതൽ എൻ്റെ കൂടെ മോനുണ്ട്. ആക്കൊക്കെ നല്ല സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ലൈക്ക് വീക്കെൻഡ് ഗെറ്റവേ. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്നാൽ അതത്ര സേഫുമാണ്. സ്ലൈഡൊക്കെ ചെയ്ത് പോരാം. നല്ല മടിത്തട്ടായതുകൊണ്ട് വലിയ ഡേഞ്ചർ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ്.
കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വടാട്ടുപാറയെ കൂട്ടിയിണക്കി പദ്ധതി തയ്യാറാക്കിയാൽ വലിയ വികസനം സാധ്യമാകുമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ, സർക്കാർ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ പ്രദേശം മാറും. അതോടൊപ്പം വടാട്ടുപാറയിൽ നിന്ന് 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടമ്പുഴ പ്രദേശത്ത് എത്താൻ കഴിയും. അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ അവിടെയുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതം, ആനക്കയം ഉൾപ്പെടെ പൂയംകുട്ടി ഉൾപ്പെടെയുള്ള കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് മേഖലകൾ അവിടെയുണ്ട്. അതിനെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നാൽ ഈ എറണാകുളത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഒരു ഇടത്താവളം എന്ന നിലയിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും. കാടിന്റെ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും ഒത്തുചേരുന്ന വടാട്ടുപാറക്കുത്ത് ഇപ്പോൾ സഞ്ചാരികളാൽ നിറഞ്ഞൊഴുകുകയാണ്. ന്യൂസ് 18 എറണാകുളം. അപ്പോൾ 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. KP അഭിലാഷ് ചേരും. നമസ്കാരം.